വേഗമെത്താനുള്ള തുരങ്കപാതയെ അതിനെ ഞങ്ങൾ എതിർക്കും. പശ്ചിമഘട്ട മലനിരകളെ തകർക്കുന്ന ഈ പദ്ധതിയെ ഞങ്ങൾ എതിർക്കും, അതിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അദ്ദേഹം ഈ പദ്ധതി എതിർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു പദ്ധതി വരുന്നു, ആ പദ്ധതിയിൽ ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പാരിസ്ഥിതിക ആഘാതമുണ്ട്, അതിന് ഇന്ന രൂപത്തിലുള്ള പഠനം നടത്തണം, അല്ലെങ്കിൽ അതിന്റെ പഠനത്തിന്റെ റിപ്പോർട്ട് എന്താണ് എന്നതിനെ കുറിച്ചല്ല, ഈ പദ്ധതിയെ ഞങ്ങൾ എതിർക്കും എന്നുള്ളതാണ് ക്ലിയർ കട്ടായ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനരോക്ഷം അദ്ദേഹത്തിന് എതിരായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ എതിരഭിപ്രായം ഉണ്ടായപ്പോൾ, എൻ്റെ പ്രദേശത്തുള്ള ആളുകൾ അതിന് ശക്തമായ എതിർപ്പുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ജനങ്ങൾ അദ്ദേഹത്തെ തിരുത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ആശങ്കകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. ആശങ്കകൾ ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പശ്ചിമഘട്ട മലനിരകളെക്കാൾ ദുർബലമാണ് നമ്മുടെ ഹിമാലയം. ആ ഹിമാലയ സാനുക്കളിലൂടെയാണ് നിരവധിയായിട്ടുള്ള ടണലുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം നമുക്കറിയാവുന്ന അടൽ ടണൽ പോലും നിർമ്മിച്ചത് അവിടെയാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള നിർമ്മാണ രീതികൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതിനൂതനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ കണ്ണും പൂട്ടി ഒരു പദ്ധതിയെ എതിർക്കാനുള്ള സമീപനത്തെ നമ്മൾ തള്ളിക്കളയേണ്ടുന്നതാണ്, ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.